ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ആരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ, ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ? ചിലരെയൊക്കെ നമ്മൾ ബന്ധുക്കളായും ചിലരെയൊക്കെ നമ്മൾ ശത്രുക്കളായും കാണുന്നു. നമുക്കെപ്പോഴും ഇഷ്ടം ചെയ്യുന്നവരെ ബന്ധുക്കളായും നമുക്ക് അനിഷ്ടം പ്രവർത്തിക്കുന്നവരെ ശത്രുക്കളായും നമ്മൾ കാണുന്നു. ഇങ്ങനെ ബന്ധു ശത്രു ഇങ്ങനെ രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മുടെ മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആത്മജ്ഞാനികളായ മഹത്തുക്കൾ നമ്മോട് പറയുന്നു, ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലൊന്നും. നമ്മൾ കന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലൊന്നും. നമ്മൾ കന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതെത്ര പരമാർത്ഥമാണ് എന്ന് മനസ്സിലാകും. എൻ്റെ മക്കൾ, എൻ്റെ പ്രിയതമ, എൻ്റെ പ്രിയതമൻ, അതുപോലെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഇങ്ങനെയൊക്കെ നമ്മൾ സന്തത സഹചാരികളായി കാണുന്ന വ്യക്തികളെ ബന്ധുക്കളായും സഹായികളായും നമ്മൾ കാണുന്നു. അവരൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. എല്ലാ സഹായവും ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. അവർക്കെല്ലാം സഹായം ചെയ്യാൻ കഴിയുന്നത് ഈ ശരീര സംബന്ധമായ ആവശ്യങ്ങളെ നിർവഹിക്കാൻ മാത്രമേ അവർക്കൊക്കെ സാധ്യമാകൂ. എന്നാൽ ശരീരമാകട്ടെ പ്രകൃതിയുടെ പിടിയിൽ നിന്നും മോചിതമാകാൻ പോകുന്ന സമയത്ത് താൻ സർവസ്വമായി കണ്ട തൻ്റെ ശരീരം പോലും തന്നോട് യാത്ര പറയുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ നിരാശരും ദുഃഖിതരുമായി തീരുന്നു. അവിടെ നമുക്ക് ആശ്വാസം തരുന്നത് നമ്മുടെ അന്തരാത്മാവ് മാത്രമാണ്. ആ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. അതാണ് നമ്മുടെ യഥാർത്ഥ ബന്ധു. ആ ബന്ധുവിനെയാണ് നാം കൂട്ടുപിടിക്കേണ്ടത്. ആ ബന്ധുവാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് ശരീരമെടുത്ത് വരുന്നതിന് മുമ്പേ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ആ ബന്ധു തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അതാണ് എപ്പോഴും നമ്മോടൊപ്പമുള്ളത്. ഈ ദേഹം ഉപേക്ഷിച്ചു കഴിഞ്ഞാലും ആ ബന്ധുവാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. പക്ഷേ ആ ബന്ധുവിനെ പാടെ മറന്ന് ഇവിടെ ബാഹ്യമായ കാണുന്ന ആ ബന്ധുക്കളിൽ മാത്രം നമ്മൾ ആശ്രയബുദ്ധി വെച്ച് അവരെ രക്ഷിക്കാനുണ്ട്, ഇവരെ രക്ഷിക്കാനുണ്ട്, ഡോക്ടർ എന്നെ രക്ഷിക്കും, പണം എന്നെ രക്ഷിക്കും എന്നെല്ലാം നമ്മൾ കണക്ക് കൂട്ടുന്നു. പണത്തിനും പദവിക്കും ഡോക്ടർക്കും മരുന്നിനും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം വരുമ്പോഴാണ് ഈ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. ഈ സത്യാവസ്ഥ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഇവരൊന്നും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല എന്ന്. നമ്മൾ അവശരായി കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നു, മരുന്ന് കയറുന്നില്ല, ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളൂ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ബന്ധുമിത്രാദികളൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. ഭക്ഷണം വായിലൂടെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. പ്രാണവായു ഇളകി വായിലൂടെ തിങ്ങി പുറത്തേക്ക് വരുമ്പോൾ വെള്ളത്തിനാണ് ദാഹിക്കുന്നതെന്ന് കരുതി വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഇറക്കാൻ കഴിയാതെയും അകത്തുള്ള വായു പുറത്തേക്ക് വരാൻ കഴിയാതെയും വെപ്രാളപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. അവിടെ നമ്മളെ രക്ഷിക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. സർവേശ്വരനെ സമാശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ
ആ ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെ ഒരു പ്രാണായാമം പോലെ കാണാനും അതിദിവ്യമായ ഒരനുഭൂതി തലത്തിലേക്ക് ഉയരാനും അവർക്ക് സാധിക്കുന്നു. അതാദ്യമേ നമ്മൾ സന്തതം യത്നിച്ചു കൊള്ളേണം. എപ്പോഴും നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. ആ ഉറ്റ ബന്ധുവിനെ നമ്മൾ ബന്ധപ്പെടാൻ, ആ ബന്ധുവുമായുള്ള ബന്ധമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. അതിനാൽ നമ്മൾ നിരന്തരം ആ ബന്ധുവുമായുള്ള ഐക്യമാണ് വേണ്ടത്. സർവേശ്വരനെ നമ്മുടെ ഉറ്റ ബന്ധുവായി കാണുകയും അങ്ങനെ ഈശ്വര ബന്ധുവിനെ നിരന്തരം മനസ്സിൽ വിചാരം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട വസ്തുവിനെ എപ്പോഴും നാം വിചാരം ചെയ്യുമല്ലോ. അപ്പോൾ ആ ബന്ധുവും നമ്മളും ഒന്നാണെന്ന ബോധം നമുക്കുണ്ടാവുകയും ചെയ്യും. അപ്പോൾ രണ്ടെന്ന അവസ്ഥ പോയി ഏകമാവുന്ന അവസ്ഥയിൽ നമുക്ക് ലയം പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമാണ് നാം യൗവനം വിനിയോഗിക്കേണ്ടത്. നമ്മൾ ദൈവത്തിന് നമ്മുടെ ജീവിതകാലം കൊടുക്കുന്നത് വാർദ്ധക്യത്തിൽ ഒന്നിനും പറ്റാത്ത ഒരു കാലത്ത് മതി എന്ന് കണക്കാക്കിയിരിക്കുന്നു. ഒന്നിനും പറ്റാത്ത ഒരു സാധനമെടുത്ത് നമ്മൾ ദൈവത്തിന് നിവേദിക്കാറുണ്ടോ? കാക്ക കൊത്തിയതും പഴുത്ത് ചീഞ്ഞതുമായിരിക്കുന്ന ഒരു പഴമായിരിക്കുമോ നമ്മൾ ദേവന് സമർപ്പിക്കുക? ദേവന് സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതിനെയല്ലേ? അപ്രകാരം നമ്മുടെ ആയുസ്സിൻ്റെ ഏറ്റവും ആരോഗ്യവും ഊർജ്ജസ്വലതയുമുള്ള സമയത്തായിരിക്കണം നാം നമ്മെ തന്നെ സർവേശ്വരന് സമർപ്പിക്കേണ്ടത്. ഇതുകൊണ്ട് നമ്മൾ ധരിക്കും, വിവാഹം വേണ്ട, കുടുംബം വേണ്ട, മാതാപിതാക്കളെ നോക്കേണ്ടതില്ല, മക്കൾ ഉണ്ടാകേണ്ടതില്ല എന്നൊന്നും നമ്മൾ ധരിച്ചു പോകരുത്. ഇതെല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയെയും, ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെയും മക്കളെയും, പുരുഷനാണെങ്കിൽ തൻ്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിച്ചുകൊണ്ട് എല്ലാം സർവേശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതവും തൻ്റേതായ സർവത്തിനെയും തന്നെയും ഈശ്വരന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രയത്നത്തിനാണ് യത്നം എന്ന് പറയുന്നത്. ആ യത്നം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ആദിയും അന്തവും ഇല്ലാത്ത ബന്ധുവെ കാണാൻ മുനീന്ദ്രന്മാരും സന്തതം യത്നിച്ചു കൊള്ളുന്നു യത്നത്തെ സന്ധ്യജിക്കാതെ നീ എന്നുമെന്നും. അങ്ങനെ ആ യത്നത്തെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. ആ യത്നം സദാസമയത്തും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം നാം ഓരോ സെക്കൻഡും വിനിയോഗിക്കേണ്ടത്. ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലൊന്നും. ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മൾ കന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്.